അപ്പോൾ നിങ്ങൾ ഇത്തരം കട്ടർ ഹിന്ദു മാധ്യമങ്ങളിൽ ധാരാളം കണ്ടിട്ടുണ്ടാകാം അല്ലേ? ഇന്ന് ശാസ്ത്രം തെളിയിച്ചതെല്ലാം വേദങ്ങളിലും സംസ്കൃത ഗ്രന്ഥങ്ങളിലും എല്ലാ പുരാതന ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന് ആരാണ് പറയുന്നത്? ഉദാഹരണത്തിന്, അവർ അവകാശപ്പെടുന്ന പൊതുവായ കാര്യങ്ങളിലൊന്ന് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ദൂരം ഹനുമാൻ ചാലിസയിലും മറ്റ് പല കാര്യങ്ങളിലും എഴുതിയിട്ടുണ്ട് എന്നതാണ്. അവയെല്ലാം വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം തീർച്ചയായും സ്ഥിരീകരണ പക്ഷപാതത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഇതിലെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ആര്യഭട്ട, പാണിനി, പഠാനി, സമന്ത് തുടങ്ങിയവരുടെയും കല, സംഗീതം, ശാസ്ത്രം, തത്വചിന്ത, മറ്റെല്ലാത്തിനും സംഭാവന നൽകിയ, തകർപ്പൻ സംഭാവനകൾ നൽകിയ ഈ ഇതിഹാസങ്ങളുടെയും യഥാർത്ഥ സംഭാവനകളെ യഥാർത്ഥത്തിൽ കുറച്ചു കാണുന്നു എന്നതാണ്. അപ്പോൾ ഒരു ശരാശരി ഹിന്ദുവിനെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും? വിദ്യാഭ്യാസം മറ്റൊന്നുമല്ല. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് അഭിമാനിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതെ. അത് കുഴപ്പമില്ല. ശരിയായ കാരണങ്ങൾക്ക്. അതെ, പക്ഷേ ശരിയായ കാര്യങ്ങളിലും ശരിയായ ആളുകളിലും ശരിയായ പ്രവൃത്തികളിലും ശരിയായ കാരണങ്ങളിലും അഭിമാനിക്കുക. തീർച്ചയായും ഭൂതകാലത്തിലേക്ക് നോക്കാൻ ശ്രമിക്കുകയും അവിടെ യുക്തിയും അർത്ഥവും അന്തസ്സും ഉന്നതിയും അന്വേഷിക്കുകയും ചെയ്യുന്നത് വളരെ ശരിയാണ്. അത് ശരിയാണ്. സ്നേഹിക്കപ്പെടാൻ യോഗ്യതയുള്ള എന്തെങ്കിലും നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ശരിയാണ്. എന്നാൽ നിങ്ങൾക്ക് സുഹൃത്തുണ്ടെന്നു പറയാം. അയാൾക്ക് 5 അടി 6 ഇഞ്ച് ഉയരമെന്ന് കരുതാം. എന്നാൽ നിങ്ങൾ കുറച്ച് അപരിചിതരുടെ അടുത്തേക്ക് പോയി അവനെ 6 അടി 2 ഇഞ്ച് എന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അവന്റെ ഉയരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. അത് തന്നെയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? എന്നോട് പറയൂ. നിങ്ങളുടെ ഭാര്യ ഒരു മാസം 30,000 രൂപ സമ്പാദിക്കുന്നു എന്ന് പറയാം. ഇപ്പോഴാണ് അവർ സമ്പാദിക്കാൻ തുടങ്ങുന്നത്. അതിനാലാണ് 30,000 രൂപ. നിങ്ങൾ അവരെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് അവർ മാസം 1,00,000 രൂപ സമ്പാദിക്കുന്നു എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അവരെക്കുറിച്ച് അത്ര അഭിമാനമില്ല. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള കാര്യങ്ങൾ അനാവശ്യമായും മണ്ടത്തരമായും പെരുപ്പിച്ചു കാണിക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ലജ്ജിക്കുന്നു എന്നാണ്. അത് കൂടുതൽ മണ്ടത്തരമാണ്. കാരണം നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങൾക്ക് ന്യായമായും ചെയ്യാൻ കഴിയുന്ന യഥാർത്ഥ കാര്യങ്ങളുണ്ട്. ആത്മാർത്ഥമായി, സത്യസന്ധമായി മനസ്സിൽ നിന്ന് അഭിമാനിക്കണം. പക്ഷേ നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ അഭിമാനിക്കുന്നില്ല. കാരണം നിങ്ങൾ അതെല്ലാം അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്. അവർ ആര്യഭട്ടനെക്കുറിച്ചും പാണിനിയെക്കുറിച്ചും സംസാരിച്ചു. ആളുകൾക്ക് അവരെക്കുറിച്ച് അറിയില്ല. സുശ്രുതിനെക്കുറിച്ചും ഒരിക്കലും കേട്ടിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്ന് അവർ പറയാൻ തുടങ്ങും. എല്ലാ രഹസ്യങ്ങളും, മുഴുവൻ പ്രപഞ്ചശാസ്ത്രവും വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ഇവർ കാര്യങ്ങൾ അറിയാത്ത ആളുകളാണ്. അവർക്ക് സുശ്രുതനെയും ആര്യഭട്ടയെയും അറിയാത്തവർ മാത്രമല്ല, വേദങ്ങളും കൂടെ അറിയാത്തവരാണ് അവർ. അവർക്കറിയാവുന്നത് അവർ പൊള്ളയാണ്, വ്യർത്ഥമാണ്, അഭിമാനിയാണ് എന്നതാണ്. ഇത് മഹാനായ ശാസ്ത്രജ്ഞന്മാരോടും ഗണിതജ്ഞന്മാരോടുമുള്ള അപമാനം മാത്രമല്ല. നമുക്കത് സംഭവിച്ചു കഴിഞ്ഞിരിക്കാം. ഇതും വേദങ്ങളെ അപമാനിക്കുന്നതാണ്. വേദസാഹിത്യത്തിലില്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വേദസാഹിത്യത്തെ ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങൾ അതിൽ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ അതിൽ ലജ്ജിക്കേണ്ടതില്ല എന്നതാണ്. വേദങ്ങളുടെ സൗന്ദര്യവും മഹത്വവും അവയിൽ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന വസ്തുതയിലല്ല ഇരിക്കുന്നത്. അവയുടെ മഹത്വം വേദാന്തത്തിലാണ്. വേദങ്ങൾ വാസ്തവത്തിൽ അമർത്യമാണ്. കാരണം വേദാന്തം സംസാരിക്കുന്നത് എല്ലാ കാലങ്ങൾക്കും, എല്ലാ ആളുകൾക്കും, എല്ലാ യുഗങ്ങൾക്കും ബാധകമായ കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 മണിക്കൂറിനിടയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചതെല്ലാം വേദാന്തം തന്നെയാണ്. അതിനാൽ തന്നെ വേദാന്തം ഇന്നും അത്രയേറെ പ്രസക്തമാണ്. ഇന്നു മുതൽ 500 വർഷം കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും അത് പ്രസക്തമായിരിക്കും. ഞാൻ വളരെ ചെറുപ്പക്കാരോടും ഉന്നത ശ്രോതാക്കളോടുമാണ് സംസാരിക്കുന്നത്. വേദാന്തം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ വേദങ്ങളിൽ അഭിമാനം കൊള്ളണം. പകരമായി നിങ്ങൾ പറയുന്നത് എന്താണെന്നാൽ വേദങ്ങളിൽ ആണവോർജത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളുണ്ടെന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ആണവോർജത്തെക്കുറിച്ച് അവയിലൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒരിക്കലും ഒരു വേദവും തൊട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ വേദങ്ങൾ വായിക്കാത്തതിന്റെ കാരണമെന്ത്? കാര്യം വളരെ ലളിതമാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ബോർഡ് പരീക്ഷ പാസ്സാകാൻ പോലും കഷ്ടപ്പെട്ടു. ഇതുപോലുള്ള ബോധമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവരൊക്കെ പൂർണ്ണമായി വിദ്യാഭ്യാസം നേടാത്ത അർദ്ധസാക്ഷരരായ ആളുകളാണ്. അവർക്ക് ബോർഡ് പരീക്ഷ പാസ്സാകാൻ പോലും കഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അവർക്ക് തങ്ങളുടെ അടിസ്ഥാന പാഠപുസ്തകങ്ങൾ പോലും വായിക്കാനായില്ല. ഇപ്പോൾ ഇവരാണ് അതേ ആളുകൾ. ഋഗ്വേദത്തിൽ 10,000 ശ്ലോകങ്ങളുണ്ട്. ശരിക്കും 10,000 ശ്ലോകങ്ങൾ. ഈ ആൾക്ക് 10ാം ക്ലാസ്സിലെ ഒരു 100 പേജുള്ള പുസ്തകം പോലും വായിക്കാനായില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇദ്ദേഹം ഋഗ്വേദം മുഴുവൻ വായിക്കുമെന്ന്? ഇല്ല, ഇദ്ദേഹം ഋഗ്വേദം വായിക്കില്ല. പക്ഷേ സംസാരിക്കാൻ മാത്രം വലിയ താല്പര്യമാണ്. തന്റെ സമൂഹം വലിയതും മറ്റെല്ലാ സമൂഹങ്ങളെക്കാളും ഉന്നതവുമാണെന്ന് തെളിയിക്കാൻ എല്ലാത്തരം അർത്ഥശൂന്യമായ കാര്യങ്ങളും പ്രചരിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. പിന്നെ അവൻ പറയും, ഇത് വേദത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവനോട് ചോദിക്കൂ, ഇത് ഏത് മണ്ഡലത്തിൽ, ഏത് ശ്ലോകത്തിൽ ആണെന്ന്. അതിന്റെ പ്രകാരണത്തെക്കുറിച്ച് പറയൂ, അധ്യായത്തെക്കുറിച്ചും പറയൂ പ്ലീസ്. സംഗീതത്തിൽ നിന്നാണോ, ആരണ്യകത്തിൽ നിന്നാണോ, ഏതിൽ നിന്നാണ് വരുന്നത്? എന്നാൽ പിന്നീട് ഇല്ല 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 ഇല്ല. ഇന്ത്യയിൽ അത് നിങ്ങളുടെ അഭിമാനത്തിന് യോഗ്യമായത് മാത്രമല്ല, പക്ഷേ ശരിക്കും അത് നിങ്ങളുടെ ആരാധനയ്ക്കും അർഹമായതാണ്. അസംബന്ധം അങ്ങനെയല്ല. സത്യം ആരാധിക്കപ്പെടേണ്ടതാണ്, അവിവേകം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ മുൻകാലത്തിൽ വലിയ കാര്യങ്ങളുണ്ടെന്നത് സത്യമാണ്. അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെടേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ മുൻകാലത്തുണ്ട്. ഉപേക്ഷിക്കേണ്ടത് കാര്യങ്ങൾ ഉപേക്ഷിച്ച് തന്നെ തീരണം. ആരാധിക്കേണ്ടത് ആരാധിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ബഹുമാനം നൽകേണ്ടത് തന്നെയാണ്. രണ്ടും തമ്മിൽ വ്യക്തമായ വ്യത്യാസം സൂക്ഷിക്കുക. ലളിതം. ന്യായമായും ഗവേഷണം ചെയ്യാതെ ഒന്നും പറയരുതെന്ന് സ്വയം ഒരു നിയമമുണ്ടാക്കരുത്. നിങ്ങൾ സ്വന്തമായി ഗവേഷണം നടത്തിയിട്ടില്ലെങ്കിലും ഒന്നും വസ്തുതാപരമായി അംഗീകരിക്കരുത്. അതിനായി ശ്രമിച്ചാൽ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും എത്രത്തോളം തെറ്റാണെന്ന് കണ്ടു നിങ്ങൾ ഞെട്ടും. യഥാർത്ഥത്തിൽ ചൂടുള്ള വായു മാത്രം, ഫ്ലഫ്, അതിലൊന്നും തന്നെയില്ല. പിന്നീട് വിവരയുഗം, ശരിയല്ലേ? അടിസ്ഥാന ഗവേഷണം വളരെ എളുപ്പമാണ്. അത് ചെയ്യുക.